സോ നമുക്ക് നെക്സ്റ്റ് ഓയിൽസ് ആൻഡ് ഫാറ്റ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കുണ്ട്. ഇതിനകത്ത് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഓയിൽസ് ആൻഡ് ഫാറ്റ്സ് എന്താണ്, അവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണ്, എങ്ങനെയാണ് അവർ ഒക്വർ ചെയ്യുന്നത്, അവരെ എക്സ്ട്രാക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഓയിൽസ് ആൻഡ് ഫാറ്റ്സിൻ്റെ അനാലിസിസ് എങ്ങനെയാണ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. അവിടെ കുറച്ച് ടേംസ് ഉണ്ട്. അയഡിൻ വാല്യൂ, ആസിഡ് വാല്യൂ, സാപ്പോണിഫിക്കേഷൻ വാല്യൂ എന്ന് പറയുന്ന കുറച്ച് ടേംസുകളുണ്ട്. അതൊക്കെയാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. സോ നമുക്ക് നോക്കാം. ഓയിൽസ് ആൻഡ് ഫാറ്റ്സ് നമ്മൾ നേരത്തെ തൊട്ടേ കേൾക്കുന്ന ഒരു സാധനമാണ്. ഓയിൽസ് ആയാലും ഫാറ്റ്സ് ആയാലും എന്താണ് ഇവയെന്ന് പറയുന്നത്. ഗ്ലിസറോൾ എന്ന് പറയുന്നതിൻ്റെ ട്രൈ എസ്റ്റേഴ്സ് ആണ്. ഗ്ലിസറോളിൻ്റെ ട്രൈ എസ്റ്റേഴ്സും ഹയർ ഫാറ്റി ആസിഡ്സും കൂടി ചേർന്നിട്ടുള്ള കോമ്പൗണ്ടുകളാണ് നമ്മൾ ഓയിൽസ് ആൻഡ് ഫാറ്റ്സ് എന്ന് പറയുന്നത്. അവരെ ട്രൈ ഗ്ലിസറൈഡ്സ് എന്നും നമ്മൾ പറയാറുണ്ട്. ഓക്കെ, so oils and fats are triesters of glycerol with higher fatty acids. 12 to 20 carbon atoms ഉള്ള ഹയർ ഫാറ്റി ആസിഡ്സും ഗ്ലിസറോൾസിൻ്റെ ട്രൈഎസ്റ്റേഴ്സും എന്ന് പറയുന്ന രീതിയിൽ ചേർന്നിട്ടുള്ളവരാണ് നമ്മൾ അവരെ ട്രൈ ഗ്ലിസറൈഡ്സ് എന്നും പറയാറുണ്ട്. ഓക്കെ, ഗ്ലിസറോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? 3 OH ഗ്രൂപ്പ് വരുന്നത്. CH2OH, CHOH, CH2OH ആൻഡ് കാർബോക്സിലിക് ആസിഡും കൂടി എടുത്തു കഴിഞ്ഞാൽ അവിടുന്ന് മോളിക്യൂൾസ് ഓഫ് വാട്ടർ എലിമിനേറ്റ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ട്രൈ ഗ്ലിസറൈഡ് കിട്ടും. ഇതാണ് ഓയിൽസ് ആൻഡ് ഫാറ്റ്സിൻ്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇഫ് all the 3 OH groups of glycerol are esterified with the same carboxylic acid. സെയിം ആസിഡുമായിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്? ഇപ്പോൾ ഇവിടെ നോക്കിക്കുക, സെയിം ആസിഡാണ് ഇവിടെ വന്നേക്കുന്നത്. സെയിം ആസിഡുമായിട്ടാണ് എല്ലാ OH ഗ്രൂപ്പും എന്ത് ചെയ്യുന്നത്? എസ്റ്ററിഫൈ ചെയ്യുന്നതെങ്കിൽ ആ ട്രൈഎസ്റ്ററിനെ നമ്മൾ സിമ്പിൾ ഗ്ലിസറൈഡ് എന്ന് പറയും. On the other hand, if 3 OH groups are esterified with 2 or 3 different types of acids, അതിനെ നമ്മൾ മിക്സ്ഡ് ഗ്ലിസറൈഡ് എന്നാണ് പറയുന്നത്. ജസ്റ്റ് ഫോർ ഇൻഫർമേഷൻ ആണിത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നോക്കാം എന്താണ് ഓയിൽസും ഫാറ്റ്സും തമ്മിൽ വ്യത്യാസം. ഓയിൽസ് കമ്പോസ് ചെയ്തിരിക്കുന്നത് ലിക്വിഡ് ട്രൈഎസ്റ്റേഴ്സ് ഓഫ് ഗ്ലിസറോൾ ആണ്. രണ്ടും എന്താണ്? ട്രൈഎസ്റ്റേഴ്സ് ഓഫ് ഗ്ലിസറോൾ തന്നെയാണ്, ഓയിലായാലും ഫാറ്റ് ആയാലും. പക്ഷേ ഓയിൽ എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ട്രൈഎസ്റ്റേഴ്സ് ഓഫ് ഗ്ലിസറോൾ ആണ്. പക്ഷേ ഫാറ്റ് എന്ന് പറഞ്ഞാൽ സോളിഡ് ട്രൈഎസ്റ്റേഴ്സ് ഓഫ് ഗ്ലിസറോൾ ആണ് റൂം ടെമ്പറേച്ചറിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ. ഓക്കെ, ഈ ഗ്ലിസറൈഡ്സിൽ ഫാറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഫാറ്റ് ഉണ്ടാവാനായിട്ടുള്ള ഗ്ലിസറൈഡ്സ് എന്ന് പറയുന്നത് ലാർജ് പ്രപ്പോർഷൻ ഓഫ് സാച്ചുറേറ്റഡ് ആസിഡ്സ് ലൈക്ക് ലോറിക് ആസിഡ്, മിറിസ്റ്റിക് ആസിഡ്, പാൽമിറ്റിക് ആസിഡ്, സ്റ്റീറിക് ആസിഡ് ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഫാറ്റുകളായി മാറുന്ന ഗ്ലിസറൈഡ്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് കൂടുതൽ തോതിൽ സാച്ചുറേറ്റഡ് ആസിഡ്സ് ആണ് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ when the fatty acids forming a triglyceride are saturated, their carbon chains can pack well in a crystal and thus form solids at room temperature. എന്ന് പറഞ്ഞാൽ എന്താണ്? ഫാറ്റി ആസിഡ്സ് ഫോം ചെയ്യുന്ന ട്രൈഗ്ലിസറൈഡ്സ് സാച്ചുറേറ്റഡ് ആണെങ്കിൽ, എന്ന് പറഞ്ഞാൽ ഒരു ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഇല്ല, ആ ഒരു സ്റ്റേറ്റ് സിംഗിൾ ബോണ്ടുള്ളൊരു സ്റ്റേറ്റ്. അപ്പോൾ ഈ കാർബൺ ചെയിൻസിന് എന്ത് ചെയ്യാൻ പറ്റും? ക്രിസ്റ്റലിൽ വെൽ പാക്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റും. അങ്ങനെയാണ് അവർ റൂം ടെമ്പറേച്ചറിൽ സോളിഡ്സ് ആയി മാറുന്നത്. ഓക്കെ, സോളിഡ്സ് ആവാനും അവർക്ക് എന്താണ്? എളുപ്പമാണ് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ. ഓക്കെ, ഇനി ഗ്ലിസറൈഡ് കോൺസ്റ്റിറ്റ്യൂട്ടിങ് ഓയിലാകാനുള്ള ഓയിലാവുന്ന ഗ്ലിസറൈഡ്സിൽ നമുക്ക് കൂടുതൽ തോതിൽ അൺസാച്ചുറേറ്റഡ് ആസിഡ്സ് ആണ് കാണാൻ സാധിക്കുന്നത്. ലൈക്ക് ഒലീക് ആസിഡ്, ലിനോലിനിക് ആസിഡ്, അങ്ങനത്തെ ആസിഡ്സ് ആണ് കാണാനായിട്ട് സാധിക്കുന്നത്, അൺസാച്ചുറേറ്റഡ് ആസിഡ്സ്. അപ്പം സം ഓഫ് ദ ആസിഡ്സ് ഫോമിങ് എ ട്രൈഗ്ലിസറൈഡ് അൺസാച്ചുറേറ്റഡ് ആവുമ്പോൾ there are kinks in their carbon chains at the double bond that have cis കോൺഫിഗറേഷൻ അവർക്ക് വരും. അതാണ് കാർബൺ ചെയിൻസിനെ ഇറഗുലർ ആക്കുന്നതും എന്താണ്? പാക്കിംഗ് അവിടെ പോസിബിൾ അല്ല. അതുകൊണ്ടാണ് അവയെ ലിക്വിഡ് സ്റ്റേറ്റിൽ നമുക്ക് റൂം ടെമ്പറേച്ചറിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ഇതാണ് ഓയിൽസ് ആൻഡ് ഫാറ്റ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓയിൽസ് ആയാലും ഫാറ്റ് ആയാലും ട്രൈഎസ്റ്റേഴ്സ് ഓഫ് ഗ്ലിസറോൾ ആണ്. അവരുടെ ഫിസിക്കൽ അപ്പിയറൻസിൽ പിന്നെ ചില കെമിക്കൽ ഇതിനകത്ത് അവർക്ക് വ്യത്യാസമുണ്ട്. ഓക്കെ,
നോക്കിയേ, glyceryl triesterate having saturated acid moiety is a fat, whereas trilinoleic having unsaturated acid moiety is an oil. Oils and fats are made up largely of mixed triglyceride. Oils contain more of short chain saturated acid residues and unsaturated acid residues, while fats contain more of long chain saturated acid residue. എന്ന് പറഞ്ഞാൽ ഓയിൽസും ഫാറ്റ്സും മിക്സ്ഡ് ട്രൈഗ്ലിസറൈഡ്സ് ആണ് നമുക്ക് വഴിയാണ് ഫോം ചെയ്യുന്നത്. പക്ഷേ ഓയിൽസിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, കൂടുതലും സാച്ചുറേറ്റഡ് ആസിഡ് റെസിഡ്യൂസിനെ കാണാനായിട്ട് സാധിക്കും. ഫാറ്റ്സിൽ നോക്കിക്കഴിഞ്ഞാൽ ലോങ് ചെയിൻ സാച്ചുറേറ്റഡ് ആസിഡ് റെസിഡ്യൂസിനെ കാണാൻ സാധിക്കും. ഇവിടെ കൂടുതലും അൺസാച്ചുറേറ്റഡ് ഓയിൽസിൽ അൺസാച്ചുറേറ്റഡ് ആസിഡ് റെസിഡ്യൂസിനെയാണ് കൂടുതലും കാണാനായിട്ട് സാധിക്കുന്നത്. സോ അതാണ് ഓയിൽസ് ആൻഡ് ഫാറ്റ്സ് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഒക്വറൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓയിൽസ് ആൻഡ് ഫാറ്റ്സ് ഒക്വർ വൈഡ്ലി ഇൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽ. പ്ലാന്റ്സിൽ ഓയിൽസ് ആൻഡ് ഫാറ്റ്സ് ആർ ഫൗണ്ട് മെയിൻലി ഇൻ സീഡ്സ്, റൂട്ട്സ് ആൻഡ് ഫ്രൂട്ട്സ്. കോട്ടൺ സീഡ്, കാസ്റ്റർ ബീൻസ്, പീനട്ട്സ്, കോക്കനട്ട്സ് ഹാവ് ഹൈ പ്രപ്പോർഷൻ ഓഫ് ഓയിൽ ഓർ ഫാറ്റ് കണ്ടൻറ്റ്. ആനിമൽസിൽ നോക്കിക്കഴിഞ്ഞാൽ അവർ അണ്ടർ ദ സ്കിൻ ഇൻ ടിഷ്യൂസ് ആൻഡ് മസിൽസ് അറൗണ്ട് ഇൻറ്റസ്റ്റൈൻസ് ആൻഡ് കിഡ്നീസ്. സം എക്സാമ്പിൾസ് ആണ് വെജിറ്റബിൾ ഓയിൽ ഓർ ഫാറ്റിന് എക്സാമ്പിൾ ആണ് ലിൻസീഡ് ഓയിൽ, കോക്കനട്ട് ഓയിൽ, വെജിറ്റബിൾ ഗീ. ഓക്കെ, ആനിമൽ ഓയിൽ ഓർ ഫാറ്റിന് എക്സാമ്പിൾ ആണ് കോഡ് ലിവർ ഓയിൽ, വെയിൽ ഓയിൽ, ബട്ടർ. ഓക്കെ, സോ ഇവയുടെ എക്സ്ട്രാക്ഷൻ, ഓയിൽസ് ആൻഡ് ഫാറ്റ്സ് ആർ എക്സ്ട്രാക്റ്റഡ് ഫ്രം നാച്ചുറൽ പ്രോഡക്ട്സ് ബൈ ദ ഫോളോയിങ് പ്രോസസ്സസ്. ആ ഫോളോയിങ് പ്രോസസ്സ് ആണ് ഫസ്റ്റ് റെൻഡറിങ്, then pressing, solvent extraction, ഓക്കെ, ഇത്രയും പ്രോസസ്സസ് ആണ്. ഓക്കെ, ആനിമൽ ഫാറ്റ്സ് ആർ യൂഷ്വലി എക്സ്ട്രാക്ട് റെൻഡറിങ് പ്രോസസ്സ് വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സ്ട്രാക്റ്റ് ചെയ്യാറുള്ളത്. ആനിമൽ ടിഷ്യൂസിനെ എന്ത് ചെയ്യും, ചോപ്പ് ഓഫ് ചെയ്യും. ആൻഡ് ലിവർ, കിഡ്നി എക്സെട്ര ആർ ബോയിൽഡ് വിത്ത് വാട്ടർ ഓർ സ്റ്റീം. Okay, and the fat melts and floats at the surface from which it is drawn. Okay, അതിൽ നിന്ന് അത് എടുക്കുന്നു. കുറച്ച് പ്രോസസ്സുകൾ മാത്രമാണ് പറയുന്നത്. പ്രസ്സിംഗ് എന്ന് പറഞ്ഞാൽ സീഡ്സ് കണ്ടെയ്നിങ് വെജിറ്റബിൾ ഓയിൽസ് അല്ലെങ്കിൽ ഫാറ്റ്സ് അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽസ് കണ്ടെയ്ൻ ചെയ്യുന്ന സീഡ്സിനെ നല്ല രീതിയിൽ ക്രഷ് ചെയ്യും റോളേഴ്സ് വെച്ച്. എന്നിട്ട് ഹൈഡ്രോളിക് പ്രസ് ഓർ കണ്ടിന്യൂസ് എക്സ്പെലേഴ്സ് വെച്ചിട്ട് നമ്മൾ പ്രസ് ചെയ്യുന്നു. ഓയിൽ അതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യും. പ്രസ്ഡ് കേക്കിനെ നമ്മൾ ഹീറ്റ് ചെയ്യുന്നു, പ്രസ് ചെയ്യുന്നു, ഓയിൽ എന്ത് ചെയ്യുന്നു, സെക്കൻഡ് ഗ്രേഡ് ഓയിൽ അതിൽ നിന്ന് എടുക്കുന്നു. ഓക്കെ, സോൾവെൻറ്റ് എക്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രസ്ഡ് കേക്കിന് ആഫ്റ്റർ ഹോട്ട് പ്രസ്സിങ് ഈസ് ക്രഷ്ഡ് ആൻഡ് എക്സ്ട്രാക്റ്റഡ് വിത്ത് ഓർഗാനിക് സോൾവെൻറ്റ്സ് പോലത്തെ ബെൻസീൻ, കാർബൺ ടെട്രാക്ലോറൈഡ്, പെട്രോളിയം ഈഥർ പോലത്തെ ഓർഗാനിക് സോൾവെൻറ്റ് കൊണ്ട് നമ്മൾ ഓയിലിനെ എക്സ്ട്രാക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ സോൾവെൻറ്റ് എക്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇതിൽ നിന്ന് ലെഫ്റ്റ് ഓവർ ആയിട്ട് കിട്ടിയ ഓയിൽ കേക്കിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, കാറ്റിൽ ഫീഡായിട്ട് യൂസ് ചെയ്യുന്നു. ഓക്കെ, പിന്നെ റിഫൈനിങ് ചെയ്യുന്നത് നിങ്ങളുടെ സിലബസിൽ മെൻഷൻ ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. ക്രൂഡ് ഓയിൽ അല്ലെങ്കിൽ ഫാറ്റ് എന്ത് ചെയ്യുന്നു, ലിറ്റിൽ ആൽക്കലീവായിട്ട് ട്രീറ്റ് ചെയ്യുന്നു, ഫ്രീ ആസിഡ്സിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി. പിന്നെ കൊളോയിഡൽ മെറ്റീരിയൽസ് ആയിട്ട് കൊയാഗുലേറ്റും ചെയ്യുന്നു. ഓക്കെ, ഇറ്റ് ഈസ് ദെൻ ബ്ലീച്ച്ഡ് ബൈ വാർമിംഗ് വിത്ത് അനിമൽ ചാർക്കോൾ, ഫുൾ പ്ലാസ്റ്റർ ഓഫ് പാരിസ് അറ്റ് അബൌട്ട് 70 degrees Celsius, about half an hour. It is decolorized oil is filtered through filter press. Oil is then deodorized ഓയിലാണ് നമുക്ക് ഫിൽട്ടർ പ്രസ്സിൽ നിന്ന് ഫിൽട്ടർ ചെയ്ത് കിട്ടുന്ന ഓയിലിനെ പിന്നെ എന്ത് ചെയ്യുന്നു, ഡീഓഡറൈസ് ചെയ്യുന്നു ബൈ പാസിങ് സൂപ്പർ സ്റ്റീംഡ് ഹീറ്റഡ് സ്റ്റീം ത്രൂ ഇറ്റ്. ഇറ്റ് ഈസ് ദെൻ ക്വിക്ലി കൂൾഡ് ആൻഡ് വിഡ്രോൺ ഫ്രം ദ കണ്ടെയ്നേഴ്സ്. ഇങ്ങനെയാണ് നമ്മൾ ഓയിൽസിനെ റിഫൈൻ ചെയ്തത്. ഇനി അനാലിസിസ് ഓഫ് ഓയിൽസ് ആൻഡ് ഫാറ്റ്സ് ആണ്. ഇതിൽ 3 ടേംസ് ഉണ്ട്. ആ 3 ടേംസും നിങ്ങൾക്ക് ചോദിച്ചിട്ടുണ്ട്. സോ ഇൻഡസ്ട്രിയൽ വാല്യൂ ഓഫ് ആൻ ഓയിൽ ഓർ ഫാറ്റ് ഡിപ്പെൻഡ് ഓൺ ഇറ്റ്സ് കോമ്പോസിഷനും അതിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ കോമ്പോസിഷനെയാണ് അതിൻ്റെ ഏതൊരു ഓയിലിൻ്റെയും ഫാറ്റിൻ്റെ ആയാലും ഇൻഡസ്ട്രിയൽ വാല്യൂ നമ്മൾ വരുന്നത്. ഓക്കെ, അപ്പം കുറേ അനലിറ്റിക്കൽ മെത്തേഡ്സ് ഉണ്ട് അതിന്. കോമ്പോസിഷൻ ആയാലും ക്വാളിറ്റി ആയാലും കണ്ടുപിടിക്കാൻ കുറേ അധികം അനലിറ്റിക്കൽ മെത്തേഡ്സ് ഉണ്ട്. അതിനകത്ത് 3 അനലിറ്റിക്കൽ മെത്തേഡ് അല്ലെങ്കിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അനലിറ്റിക്കൽ മെത്തേഡ്സ് ആണ് ഡിറ്റർമിനേഷൻ ഓഫ് ആസിഡ് വാല്യൂ, സാപ്പോണിഫിക്കേഷൻ വാല്യൂ, അയഡിൻ വാല്യൂ. ഓക്കെ,
സോ നമുക്ക് ഓരോന്ന് നോക്കാം. എന്താണ് ആസിഡ് വാല്യൂ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ നമ്പർ ഓഫ് മില്ലിഗ്രാംസ് ഓഫ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് റിക്വയർഡ് ടു ന്യൂട്രലൈസ് ഫ്രീ കാർബോക്സിലിക് ആസിഡ്സ് പ്രസൻറ്റ് ഇൻ 1 gram ഓഫ് ഫാറ്റ് ഓർ ഓയിൽ. ഒരു ഗ്രാം ഫാറ്റ് അല്ലെങ്കിൽ ഓയിലിലെ ഫ്രീ ആയിട്ട് കിടക്കുന്ന കാർബോക്സിലിക് ആസിഡ്സിനെ, ഓഫ് കോഴ്സ് അതിൽ കാർബോക്സിലിക് ആസിഡ്സ് ഉണ്ടല്ലോ, കാരണം ഇവർ ട്രൈഗ്ലിസറൈഡ്സ് ആണ്. ഓക്കെ, അതെങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ഗ്ലിസറോളും കാർബോക്സിലിക് ആസിഡ് വെച്ചിട്ടാണ് അവർ ഫോം ചെയ്യുന്നത്. സോ ഓഫ് കോഴ്സ് അതിൽ ഫ്രീ ആയിട്ട് കാർബോക്സിലിക് ആസിഡ്സിൻ്റെ ഗ്രൂപ്പ് കാണാം. സോ അങ്ങനത്തെ കാർബോക്സിലിക് ആസിഡ്സിനെ ന്യൂട്രലൈസ് ചെയ്യാൻ എത്ര മില്ലിഗ്രാംസ് ഓഫ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് വേണ്ടി വരുന്നു, അതാണ് ആസിഡ് വാല്യൂ എന്ന് പറയുന്നത്. സോ ആസിഡ് വാല്യൂ ഡിറ്റർമൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? വെയ്ഡ് ക്വാണ്ടിറ്റി ഓഫ് ഫാറ്റ് ഓർ ഓയിൽ നമ്മൾ ന്യൂട്രൽ ആൽക്കഹോളിൽ ഡിസോൾവ് ചെയ്യണം ആൻഡ് ടൈട്രേഷൻ നടത്തണം. ടൈട്രേറ്റിംഗ് ദ സൊല്യൂഷൻ അഗെയിൻസ്റ്റ് ആൽക്കലി യൂസിങ് ഫിനോഫ്തലിൻ ആസ് ഇൻഡിക്കേറ്റർ. ആസിഡ് വാല്യൂ ഇൻഡിക്കേറ്റ് നമ്പർ ഓഫ് ഫ്രീ ഫാറ്റി ആസിഡ്സ് പ്രസൻറ്റ് ഇൻ എ പർട്ടിക്കുലർ ഓയിൽ ഓർ ഫാറ്റ്. അപ്പം ആസിഡ് വാല്യൂ എന്താണ് ചെയ്യുന്നത്? എത്ര എമൗണ്ട് ഫ്രീ ആയിട്ട് ഫാറ്റി ആസിഡ്സ് അതിൽ കിടപ്പുണ്ട് ഒരു ഓയിൽ അല്ലെങ്കിൽ ഫാറ്റിൽ. ഓക്കെ, ഒരു ഹൈ ആസിഡ് വാല്യൂ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? റാൻസിഫൈഡ് ഫാറ്റ് ഓർ ഓയിൽ സ്റ്റോർഡ് അണ്ടർ ഇംപ്രോപ്പർ കണ്ടീഷൻസ്. ഹൈ ആയിട്ടുള്ള ആസിഡ് വാല്യൂ ആണ് നമുക്ക് അതിൽ കിട്ടുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഫാറ്റ് കൊള്ളില്ല, അത് ഇംപ്രോപ്പർ കണ്ടീഷൻസിലാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതാണ് ആസിഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മില്ലിഗ്രാംസ് ഓഫ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് റിക്വയർഡ് ടു ന്യൂട്രലൈസ് ഫ്രീ കാർബോക്സിലിക് ആസിഡ്സ് പ്രസൻറ്റ് ഇൻ 1 gram ഓഫ് ഫാറ്റ് ഓർ ഓയിൽ. നെക്സ്റ്റ് സാപ്പോണിഫിക്കേഷൻ നമ്പറാണ്. ആൽക്കലൈൻ ഹൈഡ്രോളിസിസ്, നമ്മൾ ഫാറ്റ്സ് ഓർ ഓയിൽസിൻ്റെ ആൽക്കലൈൻ ഹൈഡ്രോളിസിസ് എന്ന് പറഞ്ഞാൽ ബേസിൽ നമ്മൾ ഹൈഡ്രോളിസിസ് നടത്തിക്കഴിഞ്ഞാൽ, ഇൻ ദ പ്രസൻസ് ഓഫ് ബേസിൽ ഹൈഡ്രോളിസിസ് നടത്തിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആ പ്രോസസ്സിനെയാണ് നമ്മൾ സാപ്പോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, കാരണം എന്താണ്? അതിലൊരു പ്രോഡക്റ്റ് എന്തായാലും സോപ്പായിരിക്കും. ഓക്കെ, വൺ ഓഫ് ദ പ്രോഡക്ട്സ് ഓഫ് ഹൈഡ്രോളിസിസ് എന്ന് പറയുന്നത് സോപ്പായിരിക്കും. ഓക്കെ, ആൽക്കലൈൻ ഹൈഡ്രോളിസിസ് ഓഫ് ഫാറ്റ്സ് ഓർ ഓയിൽസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സാപ്പോണിഫിക്കേഷൻ എന്ന് പറയുന്നത്, ആ പ്രോസസ്സിനെ. ഓക്കെ, ഹൈഡ്രോളിസിസ് പ്രൊവൈഡ്സ് എ മെത്തേഡ് ഫോർ ഡിറ്റർമിനേഷൻ ഓഫ് എ കോൺസ്റ്റന്റ് കോൾഡ് സാപ്പോണിഫിക്കേഷൻ വാല്യൂ. എന്താണ് സാപ്പോണിഫിക്കേഷൻ വാല്യൂ? സാപ്പോണിഫിക്കേഷൻ വാല്യൂ ഓഫ് ആൻ ഓയിൽ ഓർ ഫാറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് നമ്പർ ഓഫ് മില്ലിഗ്രാംസ് ഓഫ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് റിക്വയർഡ് ടു കംപ്ലീറ്റ്ലി സാപ്പോണിഫൈ 1 gram ഓഫ് ഫാറ്റ് ഓർ ഓയിൽ. എന്ന് പറഞ്ഞാൽ ന്യൂട്രലൈസ് ദ കംപ്ലീറ്റ്ലി ഫാറ്റി ആസിഡ്സ് റിസൾട്ടിങ് ഫ്രം കംപ്ലീറ്റ് ഹൈഡ്രോളിസിസ് ഓഫ് എത്ര മില്ലിഗ്രാംസ് ഓഫ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് വേണം ഒരു ഗ്രാം ഫാറ്റ് ഓർ ഓയിലിനെ കംപ്ലീറ്റ് ആയിട്ട് സാപ്പോണിഫൈ ചെയ്യാനായിട്ട് എന്ന് പറഞ്ഞാൽ അതിനെ ഹൈഡ്രോളിസിസ് നടത്താനായിട്ട് കംപ്ലീറ്റ് ഹൈഡ്രോളിസിസ് നടത്താനായിട്ട് എത്ര തോതിൽ അല്ലെങ്കിൽ എത്ര മില്ലിഗ്രാംസ് ഓഫ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് നമുക്ക് ആവശ്യം വരുന്നു, അതാണ് അതിൻ്റെ സാപ്പോണിഫിക്കേഷൻ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, സാപ്പോണിഫിക്കേഷൻ വാല്യൂ ഓഫ് എ ഫാറ്റ് ഓർ ഓയിൽ ഗീവ്സ് എൻ ഐഡിയ അബൌട്ട് മോളിക്കുലർ വെയിറ്റ് ഓഫ് ഫാറ്റ് ഓർ ഓയിൽ. എത്രത്തോളം സ്മോളർ ആണോ സാപ്പോണിഫിക്കേഷൻ വാല്യൂ, അത്രയും ഹയർ ആയിരിക്കും നമ്മുടെ മോളിക്കുലർ വെയിറ്റ് എന്ന് പറയുന്നത്. സോ ആസിഡ് വാല്യൂ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന വേറൊരു കാര്യമാണ്, സാപ്പോണിഫിക്കേഷൻ വാല്യൂ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന വേറൊരു കാര്യമാണ്. പലർക്കും ഇതാണുള്ളത്. ഓക്കെ, സിഗ്നിഫിക്കൻസ് ആണുള്ളത്. ഹയർ ദ സാപ്പോണിഫിക്കേഷൻ വാല്യൂ ഗ്രേറ്റർ ദ പെർസെൻറ്റേജ് ഓഫ് ഷോർട്ട് ചെയിൻ ആസിഡ്സ്. എത്രത്തോളം ഹയർ ആണോ സാപ്പോണിഫിക്കേഷൻ വാല്യൂ, ഷോർട്ട് ചെയിൻ ആസിഡ്സിൻ്റെ ചെയിൻ ഷോർട്ട് ആവാനുള്ള പെർസെൻറ്റേജ് അത്രയും കൂടുതലായിരിക്കുമെന്നും അതിൽ നിന്ന് പറയുന്നുണ്ട്. ഓക്കെ, എങ്ങനെയാണ് സാപ്പോണിഫിക്കേഷൻ നടത്തുക? സാപ്പോണിഫിക്കേഷൻ വാല്യൂ ഇസ് ഡിറ്റർമൈൻഡ് ബൈ റിഫ്ലെക്സിങ് എ വെയ്ഡ് എമൗണ്ട് ഓഫ് ഓയിൽ ഓർ ഫാറ്റ് വിത്ത് നോൺ എക്സസ് ഓഫ് സ്റ്റാൻഡേർഡ് ആൽക്കഹോളിക് പൊട്ടാസ് ആൻഡ് ബാക്ക് ടൈട്രേറ്റിംഗ് ദ എക്സസ് ആൽക്കലി വിത്ത് ആസിഡ്. ടൈട്രേഷൻ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. സാപ്പോണിഫിക്കേഷൻ വാല്യൂ ഡിഫറൻസ് ബിറ്റ്വീൻ സാപ്പോണിഫിക്കേഷൻ വാല്യൂ ആൻഡ് ആസിഡ് വാല്യൂവിനെയാണ് നമ്മൾ എസ്റ്റർ വാല്യൂ ഓഫ് ഫാറ്റ് ഓർ ഓയിൽ എന്ന് പറയുന്നത്. എസ്റ്റർ വാല്യൂ ഓഫ് ഫാറ്റ് ഓർ ഓയിൽ. ഓക്കെ, സോ നെക്സ്റ്റ് അയഡിൻ വാല്യൂ. ഇനി അയഡിൻ വാല്യൂ തരുന്നത് എന്താണ്? എത്ര തോതിൽ അതിൽ അൺസാച്ചുറേഷൻ ഉണ്ട്. ഒരു ഫാറ്റ് ഓയിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എത്രത്തോളം അൺസാച്ചുറേഷൻ ഉണ്ട്, അതിൻ്റെ ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ ആണ് നമ്മളുടെ അയഡിൻ വാല്യൂ നമുക്ക് തരുന്നത്. ഓക്കെ, so iodine value or iodine number is defined as the number of grams of iodine take up by 100 gram of fat or oil. 100 gram fat or oil എത്ര ഗ്രാം അയഡിൻസ് ടേക്കപ്പ് ചെയ്യുന്നുണ്ട്, ആ നമ്പർ ഓഫ് ഗ്രാംസ് അയഡിൻസ് എത്ര ടേക്കപ്പ് ചെയ്യുന്നുണ്ട്, അതാണ് നമ്മുടെ അയഡിൻ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ,
ഇപ്പം എത്ര ഗ്രേറ്റർ ദ നമ്പർ ഓഫ് ഡബിൾ ബോൺസ് ഇൻ ദ ആസിഡ് റെസിഡ്യൂസ്, നമ്പർ ഓഫ് ഡബിൾ ബോൺസ് കൂടുന്നതനുസരിച്ച് നമ്മുടെ അയഡിൻ്റെ എമൗണ്ട് എടുക്കുന്നത് എന്ന് പറഞ്ഞാൽ അയഡിൻ ആ ഇതിലേക്ക് ബോണ്ടിലേക്ക് ഇതാവോ ഇൻകോപ്പറേറ്റ് ആവോ. അപ്പോൾ എത്രത്തോളം ഡബിൾ ബോൺസ് ഉണ്ടോ അത്രത്തോളം അയഡിൻ നമ്പർ എന്ത് ചെയ്യുന്നു, കൂടി വരും. ഗ്രേറ്റർ വിൽ ബി ദ എമൗണ്ട് ഓഫ് അയഡിൻ ദാറ്റ് ആഡ്സ് ടു 100 grams. ഓക്കെ. സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സിന് ഡബിൾ ബോൺസ് ഒന്നുമില്ല, അതുകൊണ്ട് അതെന്ത് ചെയ്യില്ല, ഒരു അയഡിനും എടുക്കില്ല. ദെയർഫോർ അതിൻ്റെ അയഡിൻ വാല്യൂ, അയഡിൻ നമ്പർ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും, 0 ആയിരിക്കും. അയഡിൻ നമ്പർ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഒലീക് ആസിഡിന് ഒരു കാർബൺ ഡബിൾ ബോണ്ടേ ഉള്ളൂ, അതുകൊണ്ട് അയഡിൻ നമ്പർ 90 ആണ്. പക്ഷേ ലിനോളിനിക് ആസിഡിന് 2 കാർബൺ ഡബിൾ ബോണ്ട് ഉണ്ട്, അതുകൊണ്ട് അയഡിൻ വാല്യൂ 181 ആണ്. ഓക്കെ. ആനിമൽ ഫാറ്റ്സ് ഹാവിങ് ഗ്രേറ്റർ പ്രൊപ്പോർഷൻ ഓഫ് സാച്ചുറേറ്റഡ് ആസിഡ് റെസിഡ്യൂസിന് ലോവർ അയഡിൻ നമ്പേഴ്സ് ആയിരിക്കും. എന്താണ്, സാച്ചുറേറ്റഡ് ആസിഡ്സ് ഉണ്ടെങ്കിൽ അയഡിൻ നമ്പർ കുറവായിരിക്കും. പക്ഷേ വെജിറ്റബിൾ ഫാറ്റുകൾക്ക്, ഓക്കെ, ആനിമൽ ഫാറ്റുകൾക്ക് ആൻഡ് വെജിറ്റബിൾ ഓയിൽസിന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗ്രേറ്റർ പ്രൊപ്പോർഷൻ ഓഫ് അൺസാച്ചുറേറ്റഡ് ആസിഡ് റെസിഡ്യൂസ് ഉണ്ട്, അതുകൊണ്ട് അവർക്ക് ഹയർ അയഡിൻ നമ്പേഴ്സ് ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഓയിൽസ് ആൻഡ് ഫാറ്റ്സിൻ്റെ ഡിഫറൻസ് പറഞ്ഞപ്പോഴത്തേക്ക് ഓയിൽസിന് എന്താണ്, അൺസാച്ചുറേറ്റഡ് ആസിഡ്സ് ആണ്, ഫാറ്റ്സിന് എന്താണ്, സാച്ചുറേറ്റഡ് ആസിഡ്സ് ആണ്. ഓക്കെ. ഇനി എങ്ങനെയാണ് അയഡിൻ വാല്യൂ കണ്ടുപിടിക്കുന്നതെന്നാണ്. ഇതാണ് അതിൻ്റെ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. പ്രൊസീജിയർ നമുക്ക് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. വെയ്ഡ് എമൗണ്ട് ഓഫ് ഓയിൽ ഓർ ഫാറ്റിനെ നമ്മൾ ക്ലോറോഫോം അല്ലെങ്കിൽ കാർബൺ ടെട്രാക്ലോറൈഡ് ഡിസോൾവ് ചെയ്തിട്ട് അതിനെ ഒരു റിയേജൻറ്റ് വെച്ചിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നു. അയഡിൻ ക്ലോറൈഡ് അത് ഡബിൾ ബോണ്ടിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, കാർബൺ ഡബിൾ ബോണ്ടിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നു. എക്സസ് ആയിട്ട് അയഡിൻ ക്ലോറൈഡ് എന്ത് ചെയ്യുന്നു, KI സൊല്യൂഷനിൽ വെച്ച് ട്രീറ്റ് ചെയ്യുന്നു, ഈക്വലൻ്റ് എമൗണ്ട് ഓഫ് അയഡിനെ ലിബറേറ്റ് ചെയ്യാനായിട്ട്. അത് ബാക്ക് ടൈട്രേറ്റ് ചെയ്യുന്നു സ്റ്റാൻഡേർഡ് സോഡിയം തയോസൾഫേറ്റ് സൊല്യൂഷൻ വെച്ചിട്ട് യൂസിങ് സ്റ്റാർച്ച് ആണ് അതിൻ്റെ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. സോ അയഡിൻ ക്ലോറൈഡ് ദാറ്റ് ഹാഡ് ആഡഡ് അക്രോസ് ദ ഡബിൾ ബോണ്ട് ഈസ് ഡിറ്റർമൈൻഡ് ആൻഡ് അയഡിൻ വാല്യൂ ഓഫ് ഫാറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ആസ് ഫോളോസ്. എങ്ങനെയാണ് ആ കാൽക്കുലേഷൻ, ഈ ഇക്വേഷൻ വേണം പഠിച്ചു വെച്ചാൽ. അയഡിൻ വാല്യൂ V1 - V2 × N × 12.7 ഡിവൈഡഡ് ബൈ W. V1 എന്ന് പറയുന്ന വോളിയം ഓഫ് ഹൈപ്പോ യൂസ്ഡ് ഫോർ ദ ബ്ലാങ്ക്. ഹൈപ്പോ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടുത്തെ സോഡിയം തയോസൾഫേറ്റ് സൊല്യൂഷൻ ആണ് ഇവിടുത്തെ ഹൈപ്പോ. V2 എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് ഹൈപ്പോ യൂസ്ഡ് ഫോർ അൺറിയാക്റ്റഡ് അയഡിൻ ഇൻ ബാക്ക് ടൈട്രേഷൻ. N നോർമാലിറ്റി ഓഫ് സൊല്യൂഷൻ. W വെയിറ്റ് ഓഫ് ഓയിൽ ഓർ ഫാറ്റ്. സോ ഇത്രയുമാണ് നമുക്ക് ഓയിൽസ് ആൻഡ് ഫാറ്റ്സിൽ പഠിക്കാനുള്ളത്. ഓക്കെ. അയഡിൻ വാല്യൂ ഓഫ് എ ഫാറ്റ് ഓർ ഓയിൽ ഗീവ് ആൻ ഐഡിയ ഓഫ് ഇറ്റ്സ് ഡ്രൈയിങ് ക്യാരക്ടർ. അതും ഇതിൻ്റെ ഒരു ഇതാണ്, എന്താണ്, സിഗ്നിഫിക്കൻസ് ആണ്. ഡ്രൈയിങ് ക്യാരക്ടറിനെ അറിയാനായിട്ടും ഇതെന്ത് ചെയ്യുന്നു, അയഡിൻ വാല്യൂ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നു. ഇത്രയാണ് ഓയിൽസ് ആൻഡ് ഫാറ്റ്സിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്.